Hi viewers, welcome to GS B.Ed classes. I am Radhika. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോളജ് ആൻഡ് കരിക്കുലം എന്ന കോഴ്സിലെ 4th യൂണിറ്റ് ആയിട്ടുള്ള കരിക്കുലം ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ മുമ്പുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് കരിക്കുലം, എന്താണ് നോളജ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഹോപ്പ് യു ആർ വാച്ച്ഡ് ഇറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുക എത്രയും പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. യൂണിറ്റ് 4 കരിക്കുലം ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇൻട്രൊഡക്ഷൻ. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ആദ്യം പറയുന്നത്. ദിസ് യൂണിറ്റ് കവേഴ്സ് ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്, മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിക്കുലം ഡെവലപ്മെന്റിന്റെ വിവിധ ഘട്ടങ്ങൾ. അതുപോലെ തന്നെ മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. എന്തൊക്കെ മോഡൽസ് ആണ്? അതായത് കുറച്ച് ഫിലോസഫേഴ്സ്, കുറച്ച് എഡ്യൂക്കേറ്റേഴ്സ് അതിന് കുറച്ച് മോഡൽസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട്. ടൈലേഴ്സ് കരിക്കുലം എൻക്വയറി മോഡൽ, ഹിൽഡ ജാബാസ് ഗ്രാസ് റൂട്ട് റിവിഷണൽ മോഡൽ, സെയിലർ ആൻഡ് അലക്സാണ്ടർസ് പ്ലാനിംഗ് പ്രോസസ് മോഡൽ. ദീസ് ആർ ദ 3 മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. അതെന്താണെന്നുള്ളത് നമുക്ക് ലേറ്റർ ക്ലാസ്സുകളിൽ പഠിക്കാം. ദെൻ കരിക്കുലം ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇറ്റ്സ് മോഡൽസ്, ORC ആൻഡ് LOC. അതൊക്കെ എന്താണ് ലേറ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. ആദ്യത്തെ ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് ആണ് ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങൾ കരിക്കുലം ഡെവലപ്മെന്റിന്റെ. കരിക്കുലം കൺസ്ട്രക്ഷൻ. ഫസ്റ്റ് വൺ എന്തായാലും ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ ഇവാലുവേഷൻ, അത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് അത് ഇംപ്രൂവ് ചെയ്യണം. ദീസ് ആർ ദ 4 ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. കരിക്കുലം കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു, ഇറ്റ് ഈസ് ദ കരിക്കുലം കൺസ്ട്രക്ഷൻ. കരിക്കുലം കൺസ്ട്രക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതായത് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യാം. എന്തിനാണ് ഈ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്, ആർക്കാണ്, അതുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഫോർമുലേഷൻ ഓഫ് കരിക്കുലം ഒബ്ജക്റ്റീവ്സ്. ഡിറൈവ്ഡ് ഫ്രം സബ്ജക്ട് മാറ്റർ, ലേണർ നീഡ്സ്, സൊസൈറ്റൽ നീഡ്സ്. നമുക്കറിയാം ഒരു കരിക്കുലം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സബ്ജക്ട് മാറ്ററിനനുസരിച്ചായിരിക്കണം, ലേണർ എന്ത് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കണം, അതുപോലെ തന്നെ സൊസൈറ്റി ആ ലേണറിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരു ടീച്ചർ B.Ed കരിക്കുലം എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ സബ്ജക്ട് മാറ്റർ, അതായത് കോണ്ടന്റ് എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ലേണർ, ടീച്ചർ സ്റ്റുഡൻസിന്റെ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സൊസൈറ്റൽ നീഡ്സ്, സൊസൈറ്റി ഒരു ടീച്ചറിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു ആ രീതിയിലേക്ക് ആ സ്റ്റുഡൻസിനെ, ടീച്ചർ സ്റ്റുഡൻസിനെ മോൾഡ് ചെയ്തെടുക്കാൻ തരത്തിലുള്ള ഒരു കരിക്കുലം. അതൊക്കെയാണ് എന്ത് ഇതുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അത് എന്തിലൂടെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കണം? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫി ആൻഡ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, അതായത് ഓരോ സ്ട്രീമിനും ഓരോ ഫിലോസഫി ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളിപ്പോ ടീച്ചേഴ്സ് എന്നുള്ള ടീച്ചർ ഫിലോസഫിക്ക് അനുസരിച്ചിട്ടായിരിക്കണം ആ കരിക്കുലം. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, ടീച്ചർ സൈക്കോളജി. ഇനി 1ാം ക്ലാസ്സിലെ കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടത് 1ാം ക്ലാസ്സിലെ ഒരു ഫിലോസഫി അതുപോലെ തന്നെ സൈക്കോളജി അനുസരിച്ച്, കുട്ടികളുടെ സൈക്കോളജി അനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. Specific instructional objectives are behavior oriented. Then നമുക്കറിയാം വേറെ കുറെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു വെച്ചാൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ. ഇറ്റ് ഈസ് ഓൾറെഡി ബിഹേവിയർ ഓറിയന്റഡ്. ബിഹേവിയറൽ ഓറിയന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ ലേണേഴ്സ് ബിഹേവിയർ, അതിനനുസരിച്ചിട്ടായിരിക്കാം. Then second one, selection of curriculum content. Content എങ്ങനെയായിരിക്കണം? സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം, സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടന്റ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി വാലിഡ്. വാലിഡ് പറഞ്ഞു വെച്ചാൽ മൂല്യമുള്ളതായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, യൂട്ടിലിറ്റി ക്യാൻ ബി യൂസ്ഡ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഫീസിബിലിറ്റി നീതീകരിക്കാൻ പറ്റുന്നതായിരിക്കണം, ലേണബിലിറ്റി പഠിക്കാൻ പറ്റുന്നതായിരിക്കണം, ഡെമോക്രാറ്റിക് വാല്യൂസ്. ഓക്കെ, അതായത് അതെല്ലാ ഡെമോക്രാറ്റിക് വാല്യൂസും കീപ്പ് ചെയ്യുന്നതായിട്ട്. നമ്മളൊരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനോ വിമർശിക്കാനോ പാടുള്ളതല്ല. Then selection of learning experience എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിങ്ക്ഡ് വിത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കണ്ടന്റ്. അതായത് ആക്ടിവിറ്റീസ്, എങ്ങനെയൊക്കെയാണ് ആക്ടിവിറ്റീസ് വേണ്ടത്?
ഒബ്ജക്റ്റീവ്സും കോണ്ടന്റിനും അനുസരിച്ചിട്ടായിരിക്കണം ആക്ടിവിറ്റി. ഇപ്പൊ ഒബ്ജക്റ്റീവ് പറഞ്ഞു വെച്ചാൽ BEdന്റെ ഒക്കെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു വെച്ചാൽ മേക്കിംഗ് ഗുഡ് ടീച്ചേഴ്സ്. അപ്പൊ ആ ഒബ്ജക്റ്റീവും ഈ കോണ്ടന്റും അനുസരിച്ചിട്ടുള്ള അതിനെ നല്ല ടീച്ചർ ആക്കാം ഒരാളെ എന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? പ്രൊജക്ട്സ്, ഫീൽഡ് സ്റ്റഡീസ്, ഡിസ്കഷൻസ്, സെമിനാർസ്, ഡിബേറ്റ്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അല്ലെ? ഇതെല്ലാം ഈ ഒബ്ജക്റ്റീവ് കിട്ടാനായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ആക്ടിവിറ്റീസുകളാണ്. ഓർഗനൈസേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, ഇത് നമ്മൾ ഡീപ്പായിട്ട് അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. ദെൻ അതായത് കോണ്ടന്റ് തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ഇപ്പൊ ഒരു സബ്ജക്ട് ഒരു ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ പല സബ്ജക്ട് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. വെർട്ടിക്കൽ ഓർഗനൈസേഷൻ, സീക്വൻസിങ്, അതായത് ചാപ്റ്റേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. ആദ്യം ഏത് ചാപ്റ്റർ, ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആവണം അല്ലെ, അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതാവണം അടുത്തത് പറയുന്നത്. അപ്പൊ എന്നാലാണ് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ദെൻ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ദെൻ 6 ഡയമെൻഷൻ സ്കോപ്പ്. ഓക്കെ, അതായത് അതിന് നമ്മുടെ സ്കോപ്പിനനുസരിച്ചിട്ട് ഓർഗനൈസ് ചെയ്യണം. ഏത് ചാപ്റ്ററിന് ഏത് കോണ്ടന്റിനാണ് സ്കോപ്പ്, സീക്വൻസ്, കണ്ടിന്യൂറ്റി, ഇന്റഗ്രേഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് ബാലൻസിങ്. ഓക്കെ, അത് നല്ല രീതിയിൽ പറയാൻ പറ്റണം. അപ്പൊ ആ രീതിയിലൊക്കെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്. ബാലൻസിങ് ആയിരിക്കണം. ഒരു പ്രത്യേക കോണ്ടന്റിന് മോർ ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ പാടില്ല, മറ്റേതിന് ലെസ് ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ദെൻ സെലക്ടിങ് കോണ്ടന്റ്. കോണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്? യൂസ്ഫുൾ, ഇറ്റ് ഷുഡ് ബി യൂസ്ഫുൾ. ഓക്കെ, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരിക്കണം. ദ കോണ്ടന്റ് ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ ദെയർ റിയൽ ലൈഫ് ഓർ ഫ്യൂച്ചർ കരിയർസ്. ഒരു ടീച്ചർ സ്റ്റുഡന്റിന് അല്ലെങ്കിൽ BEd കോഴ്സിന്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ പാകപ്പെടുത്താനുള്ള അതിന് ഉതകുന്നതായിരിക്കണം. ഓക്കെ, ഒരു ഫ്യൂച്ചർ കരിയർ ആയിട്ടുള്ള ടീച്ചർ ആവാവുന്ന സമയത്ത് അവർക്കത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കോണ്ടന്റ് ആണ് അവിടെ ഡിസൈൻ ചെയ്യുന്നത്. Then it should be interesting. Okay, content should be interesting. നല്ലതാണ് സ്റ്റുഡൻസിന് അത് എളുപ്പം മനസ്സിലാവും. Okay, students' attention and keep them engaged. Then valid and important. The information should be accurate, up to date and meaningful for learning. Information ആക്യുറേറ്റ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, ആക്യുറേറ്റ് കൃത്യമായിരിക്കണം എന്ന് പറയാൻ പാടില്ല. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുക്കാൻ പാടില്ല. അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, കാലത്തിനനുസൃതമായിട്ട് അപ്ഡേറ്റഡ് സിലബസ് ആണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് കോണ്ടന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 10 വർഷം മുമ്പത്തെ കോണ്ടന്റ് ഇപ്പൊ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആൻഡ് മീനിങ് ഫോർ ലേണിംഗ്, അതായത് പഠിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് അല്ലെങ്കിൽ ഒരു കരിക്കുലമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, then easy to learn. The content should match the student level and be easy to understand. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ സിലബസ് കൊടുത്താൽ he or she may not be followed. അപ്പൊ അതുകൊണ്ട് തന്നെ ലെവൽ അനുസരിച്ചിട്ട് അവരുടെ സൈക്കോളജി അനുസരിച്ചിട്ട് വേണം നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ട്. It should be democratic. The content should respect all cultures, promote fairness and include diverse perspective. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൾച്ചറിനെയും ഉൾപ്പെടുത്തി എല്ലാ കൾച്ചറിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കോണ്ടന്റ് അല്ലെ. നമ്മുടെ ഡൈവേഴ്സിറ്റി, അതിന്റെ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് നമ്മൾ പറയുന്നത്. അതായത് നാനാത്വത്തിൽ ഏകത്വം. ഈ നാനാത്വം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Then implementation of curriculum levels, institutional and classroom. Like institutions അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ, അതുപോലെ തന്നെ ക്ലാസ് റൂമില്. ഓക്കെ, then modes, individual, group, ചില ആക്ടിവിറ്റീസും അങ്ങനത്തെയൊക്കെ നമ്മൾ എവിടെയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ 1-to-1 ക്ലാസ്സുകളായിരിക്കാം. പിന്നെ സാധാരണ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ടു ദ ഗ്രൂപ്പ് ആയിരിക്കാം. ഡിസ്റ്റൻസ് മോഡ് ഓഫ് ലേണിംഗ് അല്ലെ, ഡിസ്റ്റൻസ് ആയിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട്. STOU, IGNO എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അവരുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കേണ്ടത്. സ്വന്തമായിട്ട് കുട്ടികൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. The teaching translates curriculum into learning experiences. അതായത് ടീച്ചിങ്, അതായത് കരിക്കുലത്തെ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് മാറ്റുക എന്നുള്ളതാണ് ടീച്ചിങ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്.
അല്ലെ? നമുക്കൊരു കാര്യം ഒരു കരിക്കുലം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ടീച്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ലേണിംഗ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് കിട്ടണം നല്ല രീതിയിൽ. ദെൻ എങ്ങനെയാണ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് ആക്ടിവിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കരിക്കുലത്തിലുള്ള ആക്ടിവിറ്റീസ് എന്ത് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയും. ലിങ്ക്ഡ് ടു ഗോൾസ് ആൻഡ് കോണ്ടന്റ്, അല്ലെ? അതായത് ഓരോ സബ്ജക്റ്റിനുമുള്ള ഗോൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അതിനും കണ്ടന്റിനും അനുസരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടീച്ചർ സ്റ്റുഡൻസിന് അവരുടെ ആ ഒരു ടീച്ചർ സിലബസിന്റെ ഗോളും കണ്ടന്റും അനുസരിച്ച് ടീച്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ആ ആക്ടിവിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലേണിംഗ് എക്സ്പീരിയൻസസ് ഷുഡ് മാച്ച് ദ ലേണിംഗ് ഗോൾസ് ആൻഡ് സബ്ജക്ട് മാറ്റർ. അപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡന്റിന് ഏറ്റവും കൂടുതൽ വേണ്ട സ്കിൽ ടീച്ചിങ് സ്കില്ലാണ്. അപ്പൊ ടീച്ചിങ് സ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. ഇൻക്ലൂഡ്സ് പ്രൊജക്ട്സ്, ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, അല്ലെ? അപ്പോഴൊക്കെ ആളുകൾ ബോൾഡ് ആവും. ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇൻ ഫേസിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താം. പ്രൊജക്ട്സും ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, അല്ലെ? അപ്പൊ ഈ രീതിയിലുള്ള എന്താ പറയാ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എന്താ പറയുക ലേണിംഗ് എക്സ്പീരിയൻസസ് ഓർ ആക്ടിവിറ്റീസ് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താം. ഓരോ ഗോളിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Then uses real life situations. ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും അല്ലെങ്കിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ എക്സാമ്പിൾസ് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയാണ് എന്തെങ്കിലും പറ്റി, അതായത് ഫോർ ലിറ്ററേച്ചറിൽ ഇപ്പോൾ ഒരു സ്റ്റോറി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഫിലിമുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും റിഗാർഡിംഗ് ദയർ റിയൽ ലൈഫ് ആക്ടിവിറ്റി ഒക്കെ. ഈ റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. സപ്പോസ് യു ആർ ദ ഹീറോ, വാട്ട് വിൽ ഹാപ്പൻ ആൻഡ് റൈറ്റ് എ സ്റ്റോറി അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവർ ആ ഒരു രീതിയിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ആ ഹീറോയുടെ സ്ഥാനത്താണെങ്കിൽ എന്തായിരിക്കും. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊടുക്കണം. ദെൻ ആക്ടിവിറ്റീസ് ഒക്കെ ബിൽഡ്സ് സ്കിൽസ് ആൻഡ് നോളജ്. ഇപ്പൊ നമുക്കറിയാം ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടുള്ള ഒരു സ്കില്ലും നോളജും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ BEd സിലബസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ടീച്ചർ എന്നുള്ള രീതിയിലുള്ള കുറെ നോളജും അതുപോലെ തന്നെ ആ സ്കിൽ ടീച്ചിങ് സ്കില്ലിനും വേണ്ടിയിട്ടാണ്. അതിനാണ് ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ നമുക്കിത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. ദെൻ ഓർഗനൈസിങ് ദ കരിക്കുലം. അപ്പൊ ഓർഗനൈസിങ് നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് ലിങ്കിങ് ലേണിംഗ് അക്രോസ് ഡിഫറെന്റ് സബ്ജക്ട്സ് അറ്റ് ദ സെയിം ഗ്രേഡ് ലെവൽ. അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിലെ സിലബസ് ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ സയൻസും ജിയോഗ്രഫി ടോപ്പിക്സും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കോമൺ സബ്ജക്ട്സ്, അതായത് നമുക്കറിയാം മാത്സ് ഫിസിക്സ് ഒക്കെ കുറെ കോമൺ ആണ്. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും കുട്ടിക്ക് പഠിക്കാനായിട്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. Then vertical organization എന്ന് പറഞ്ഞു വെച്ചാൽ it refers to arranging content so that it builds from one level to the next, maintaining logical sequence and continuity. Like അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട്, that is learning basic maths from advanced before advanced maths. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബേസിക്സ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പതിയെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെ? ആ രീതിയിലായിരിക്കണം സിലബസ് സ്ട്രക്ചർ ചെയ്ത്. മൊഡ്യൂൾ 1 ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സിമ്പിൾ അല്ല ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈറ്റർ എന്താണ് ഗ്രാജുവലി ഇറ്റ് ഈസ് ഇംപ്രൂവിങ്. ആ രീതിയിലായിരിക്കണം നമ്മൾ കോണ്ടന്റ് ഡിസൈൻ ചെയ്യേണ്ടത്. Then sequence എന്ന് പറഞ്ഞാൽ this is logical order in which topics are taught so that earlier lessons help learners അണ്ടർസ്റ്റാൻഡ് ലേറ്റർ ഓൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക്സ് പറഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്, തേർഡ് ചാപ്റ്ററിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്. അപ്പൊ ഈ സെക്കൻഡ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാതെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് സീക്വൻസിങ്. Then continuity. This means revisiting important concepts at different stages to reinforce and deepen understanding over time. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ഒക്കെ വീണ്ടും ചിലപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിന്റെ കണക്ഷൻ ആയിരിക്കും സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ വീണ്ടും ആ കോൺസെപ്റ്റ് പറയുമ്പോൾ, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് പറയുമ്പോൾ ഒന്നും കൂടെ കുട്ടികൾ അത് സ്ട്രെസ് ആവും അല്ലെങ്കിൽ ഒന്നും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പം. ദാറ്റ് ഇസ് റീഇൻഫോഴ്സിങ്. വീണ്ടും അത് നമ്മൾ
ഉൾപ്പെടുത്തുന്നത്, വീണ്ടും ഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. Then balance and integration. This ensures all subjects and skills get enough attention and that really learning in one area supports and connects with others. അതായത് ഒരു സബ്ജക്റ്റ് മറ്റൊരു സബ്ജക്റ്റ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബാലൻസിങ് ആയിരിക്കണം. ചില ടോപ്പിക്സ് ടു ഹെവി ആവാൻ പാടില്ല, ചിലത് ടു ലൈറ്റ് ആവാൻ പാടില്ല. സോ ദർ ഷുഡ് ബി എ ബാലൻസിങ് among the subjects. Then curriculum implementation. Curriculum ഉണ്ടാക്കി നമ്മൾ ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യണം, വേണ്ടേ? അപ്പൊ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞാൽ എന്താ? Curriculum implementation happens in schools and classroom. എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മൾ സ്കൂളിലും ക്ലാസ് റൂമിലും ഒക്കെ. This makes the curriculum becomes real when teachers and students use it during daily teaching and learning. അതായത് കറിക്കുലം റിയൽ ആവുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്. Okay, it can happen in different modes, individual, group or distance. Teaching can be done one-to-one, അതായത് ചില സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ഒക്കെ ഉണ്ട്, ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ഒക്കെ, അതൊക്കെ 1-to-1 ടീച്ചിങ് ആണ്. അതായത് ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനെ ഒരു സമയം പഠിപ്പിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 1-to-1. അപ്പൊ അങ്ങനത്തെ തരത്തിലുള്ള അതിന്റെ സിലബസിന് പോലെയല്ല ഗ്രൂപ്പ് ടീച്ചിങ്, അതായത് ക്ലാസ് റൂം ടീച്ചിങ്ങിന് ഉണ്ടാക്കേണ്ടത്, അതുപോലെയല്ല ഓൺലൈൻ ടീച്ചിങ്ങിന് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ റിമോട്ട് ലേണിംഗ്. അതായത് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും, ദർ ഇസ് നോ ഇൻസ്ട്രക്ടർ അറ്റ് ഓൾ. അപ്പൊ ആ രീതിയിലായിരിക്കണം ആ കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് പ്ലേ എ കീ റോൾ. എന്ത് തന്നെ ആയാലും നമ്മൾ പറയും ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ഈസ് എ ഗൈഡ്. ഓക്കെ, സോ ടീച്ചർ പ്ലേസ് കീ റോൾ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. They take the plans from the curriculum and use to teach students in practical ways. അപ്പൊ അവർ കോണ്ടന്റ് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കറിക്കുലത്തിൽ നിന്ന് പ്ലാൻ എടുത്തിട്ട് അല്ലെങ്കിൽ അതിലെ ആക്ടിവിറ്റീസ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി കുട്ടികളെ അത് യൂസ്ഫുൾ ആയ രീതിയിൽ എന്ത് ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യും കുട്ടികളുടെ. ഓക്കെ, അങ്ങനെയാണ് ആക്ടിവിറ്റിയിലൂടെ പഠിക്കുന്നത്. ആക്ച്വലി അറ്റ് ഫസ്റ്റ്, അതായത് നിങ്ങൾ ഇനി ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചതിനേക്കാളും ഒരു 10 ഇരട്ടി പഠിച്ചാലാണ് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എങ്ങനെ നല്ല രസകരമായ രീതിയിൽ ക്ലാസ് എടുക്കാം എന്നുള്ളത് ഒരു ടീച്ചർ എന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അന്വേഷിക്കണം. ഓക്കെ, അല്ലാതെ വെറുതെ പോയിട്ട് പണ്ടത്തെ പോലെ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ 11 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാതെ ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ്. അതായത് ആ ഒരു മെത്തേഡ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ഓപ്പണിങ്ങിനൊക്കെ ഓരോരോ ആക്ടിവിറ്റീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സഡൻ ഓപ്പണിംഗ് ഒക്കെ കൊടുക്കാം. അതായത് കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു എന്നുള്ളത്. കുറെ മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അതായത് ചിലപ്പോൾ നമുക്ക് പല ഫിലിമിൽ നിന്നൊക്കെ അതായത് നമുക്ക് ബുക്സ് ഒന്നും പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഫിലിമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈസിലി ക്യാച്ച്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ടൊക്കെ തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ വിത്ത് ദെയർ ഡേ ടു ഡേ ലൈഫ്, അത് കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് തന്നെ ക്ലാസ് എടുക്കേണ്ടി വരും. Then implementation is an active process. It's not just planning, it involves doing, teaching and making learning happen. Implementation എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോണ്ടന്റ് ക്രിയേഷൻ അല്ല, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് യാഥാർത്ഥ്യമാക്കുക. ദാറ്റ് ഈസ് ഇംപ്ലിമെന്റേഷൻ. ഇറ്റ് കണക്ട്സ് കരിക്കുലം ടു റിയൽ ലേണിംഗ്. കരിക്കുലം റിയൽ ലേണിംഗ് ആയിട്ട് മാറ്റുന്നു. This process turns the ideas and goals written in the curriculum into actual student experiences. അതായത് കരിക്കുലം ഇൻടു റിയൽ ലേണിംഗ് പ്രോസസ്സായി മാറും. ഓക്കെ, കരിക്കുലം എന്താ പറയാ, ആക്ച്വൽ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ്. അതായത് നമുക്കറിയാം നമ്മൾ സിലബസ് ഒക്കെ ആദ്യം ബുക്ക് ഫോമിലൊക്കെ വരും, പ്രിന്റ് ചെയ്ത് വരും. അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അവിടെ കരിക്കുലം റിയലി വർക്ക്ഔട്ട് ആകുന്നത്. ഓക്കെ, then curriculum evaluation. അപ്പൊ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് ഇവാലുവേഷൻ ആണ്. കരിക്കുലം ഇവാലുവേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുർ ക്വാളിറ്റി ഓഫ് കരിക്കുലം ആൻഡ് മെറ്റീരിയൽസ്. ഇത് നല്ലതാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം, എന്ന് നമ്മൾ വിലയിരുത്തും. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്? പ്രോഗ്രാം ഇവാലുവേഷൻ, മെറ്റീരിയൽ ഇവാലുവേഷൻ. ഓക്കെ, അതായത് നമുക്കറിയാം കോഴ്സിന്റെ തന്നെ ഇവാലുവേഷൻ, ഇത് പഠിച്ചാൽ ഇതായിത്തീരുന്നത്, കരിക്കുലം പഠിച്ചാൽ വല്ല എഫക്റ്റീവ്നെസ് ഉണ്ടോ, മെറ്റീരിയൽസ് ഒക്കെ കറക്റ്റ് ആണോ,
ദെൻ അതിന് കുറെ മോഡൽസ് ഉണ്ട്. CIPP മോഡൽ, കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ്, പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പറയുന്നുണ്ട് എന്തൊക്കെ മോഡൽസ് ആണെന്നുള്ളത്. ദെൻ പ്രോസസ് പറഞ്ഞു വെച്ചാല് ഡെവലപ്പ് ഇവാലുവേഷൻ പ്ലാൻ. ആദ്യം ഇവാലുവേഷൻ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണം, പിന്നെ നമ്മൾ ആ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവാലുവേഷൻ. കരിക്കുലം ഇംപ്രൂവ്മെന്റ്. എങ്ങനെ കരിക്കുലം ഇംപ്രൂവ് ചെയ്യുന്നത്? അത് ഒരു ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇക്കണോമിക് ഷിഫ്റ്റ്സ്, ന്യൂ നോളജ്, സൊസൈറ്റൽ ചേഞ്ച്, റിസർച്ച്, ടെക്നോളജി. അതായത് ഒരു 10 വർഷം മുമ്പ് പഠിച്ച സിലബസ് അല്ല ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അത് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇക്കണോമിക് ഷിഫ്റ്റ്സ്, ആളുകളുടെ സാമ്പത്തികം മാറിയിട്ടുണ്ട്, പുതിയ പുതിയ നോളജ്, ദാറ്റ് ഈസ് AI ഓർ ടെക്നോളജി റിലേറ്റഡ് നോളജ് ഒരുപാട് വന്നിട്ടുണ്ട്, സൊസൈറ്റി ഒരുപാട് മാറിയിട്ടുണ്ട്, പിന്നെ റിസർച്ചും അല്ലെ ടെക്നോളജി ഒക്കെ ഒരു വല്ലാതെ ഡെവലപ്ഡ് ആയി. അപ്പൊ ഇപ്പൊ വീണ്ടും പഴയ രീതിയിലുള്ള ക്ലാസ് റൂമുകളല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ദർ ഷുഡ് ബി ഇൻ കരിക്കുലം ഓൾസോ. അതിന് എന്തൊക്കെ സ്റ്റേജസ് ആണ് വേണ്ടത്? നീഡ് ഐഡന്റിഫിക്കേഷൻ, നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ദെൻ പ്ലാനിങ്, ഇനീഷ്യേഷൻ ആൻഡ് ഇവാലുവേഷൻ, എന്നിട്ട് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ മോണിറ്ററിങ് അല്ലെ, അതായത് സ്കൂളുകളിലൊക്കെ നോക്കുക, അതായത് സ്കൂളുകളിലൊക്കെ ഒബ്സർവ് ചെയ്യുക, കുട്ടികളുടെ അടുത്ത് പോയിട്ട് ചോദ്യം ചോദിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എഡ്യൂക്കേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സിലബസില് ഒരു നല്ല ടീച്ചറാക്കാൻ നിങ്ങളെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കരിക്കുലത്തിന് വലിയ വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്നത്തെ ഒരു കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇന്നത്തെ ടീച്ചേഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോണിറ്ററിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ അവർക്ക് സ്റ്റുഡൻസിനെയൊക്കെ മോണിറ്റർ ചെയ്താൽ ഓക്കെയാണ്, അതായത് എങ്ങനെയാണ് പുതിയ കരിക്കുലം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ദെൻ മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്, പല മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് മോഡലാണ് ടൈലേഴ്സ് കരിക്കുലം എൻക്വയറി മോഡൽ. അതായത് 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ്? വാട്ട് എഡ്യൂക്കേഷണൽ പർപ്പസസ് ഷുഡ് ബി അറ്റൈൻഡ്. ഓക്കെ, അതായത് ഈ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് അറ്റൈൻ ചെയ്യേണ്ടത്, അതിനുള്ള ആൻസർ കണ്ടെത്തുക. ദാറ്റ് ഈസ് കരിക്കുലം ഡിസൈൻ. ഓക്കെ, അതവിടെ. അപ്പൊ എന്താണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കേണ്ടത്? ഇപ്പൊ ടീച്ചേഴ്സ്, നിങ്ങളുടെ കരിക്കുലം എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൽ നിന്ന് ഈ BEdന്റെ ഒരു കരിക്കുലം കൊണ്ട് എന്താണ് അറ്റൈൻ ചെയ്യേണ്ടത് സ്റ്റുഡന്റ്, അതായത് ഒരു ടീച്ചർ ആവണം. അപ്പൊ അതിന്റെ വേണ്ട കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തുക. വാട്ട് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് സപ്പോർട്ട് ദോസ് പർപ്പസസ്. അതിന് എന്തൊക്കെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും, അല്ലെ? അതായത് ടീച്ചിങ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ്, അല്ലെ? പിന്നെ ഡെമോ ക്ലാസ്സസ്, മൈക്രോ ടീച്ചിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഹൗ ക്യാൻ ദീസ് എക്സ്പീരിയൻസസ് ബി ഓർഗനൈസ്ഡ്? ഈ ഏതൊക്കെ ചാപ്റ്ററിൽ, അല്ലെ? ആദ്യം എന്ത് കൊടുക്കാം? ആദ്യം തന്നെ ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം അതിന് മൈക്രോ ടീച്ചിങ് ഒക്കെ കൊടുക്കുന്നു, അല്ലെ? മൈക്രോ ടീച്ചിങ് കഴിഞ്ഞിട്ട് ഡെമോ ക്ലാസ്സസ്, അതുപോലെ തന്നെ ക്രിറ്റിസിസം ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആണ് എങ്ങോട്ട് പോണത്? എന്താ പറയാ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. ഹൗ ടു ഇവാലുവേറ്റ് അറ്റൈൻമെന്റ്. ഇനി അറ്റൈൻമെന്റ് നമ്മുടെ കമ്മീഷൻ, അല്ലെ? അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെ ഉണ്ടാവണം? ഒരു കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഈ 4 ക്വസ്റ്റ്യന്റെ ആൻസർ കരിക്കുലത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ടൈലർ പറയുന്നത്, ദ ഫിലോസഫർ ഓർ ദി എഡ്യൂക്കേറ്റർ. അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഫോർമുലേഷൻ. അപ്പൊ ഇതിന് ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ, എല്ലാറ്റിനും ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സാമ്പിൾ എഴുതാം, കാരണം ബിക്കോസ് ഇറ്റ്സ് വെരി ക്ലോസ് ടു യുവർ ലൈഫ് ഓർ യുവർ സ്റ്റഡി. അപ്പൊ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കാം, അതായത് ഒരു ടീച്ചർ ആവാം. അപ്പൊ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ കരിക്കുലത്തിന് വേണ്ടത്? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ അറിയാലോ, ലക്ഷ്യങ്ങൾ, ഗോൾസ്. പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസ്, അതിന് എന്തൊക്കെ ആക്ടിവിറ്റികൾ കൊടുക്കണം, അതെങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഈ ഗോൾ അറ്റൈൻ ചെയ്തു എന്നുള്ളത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ദീസ് ആർ ദ 4 സ്റ്റെപ്സ് ഓഫ് ടൈലേഴ്സ് മോഡൽ. അതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എംഫസിസ് ഓൺ ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ക്ലിയർ ഒബ്ജക്റ്റീവ് ആണ്, അതായത് എന്താണ് ഇത് പഠിച്ചാലാവേണ്ടത്, ദാറ്റ് ഈസ് ദി ഒബ്ജക്റ്റീവ്. ഡിമെറിറ്റ്സ് ഉണ്ട്. 2 ലീനിയർ ഇവാലുവേഷൻ ഈസ് ഫൈനൽ സ്റ്റേജ്. ഇടയ്ക്കിടയ്ക്കുള്ള ഇവാലുവേഷൻ ഇല്ല, അവസാനം ചിലപ്പോ എല്ലാം കഴിഞ്ഞ് 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഇവാലുവേഷൻ കൂടെ ആവായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഡിമെറിറ്റ്.
ഹിൽഡ ടാബസ് ഗ്രാസ്റൂട്ട് റീജിയണൽ മോഡൽ. നെക്സ്റ്റ് ഫിലോസഫർ ആണ് ഹിൽഡ ടാബ. അപ്പൊ മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ് ആൻഡ് ടീച്ചർ ഡ്രിവൺ. ഓക്കെ, ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ദ മോഡൽ സ്റ്റാർട്ട് വിത്ത് സ്പെസിഫിക് ടീച്ചിങ്. ഓക്കെ, then experiences are specific to general, that is inductive. Okay, most general conclusions on curriculum elements. അതായത് നമ്മൾ ആദ്യം തന്നെ ഇപ്പോ ന്യൂട്ടന്റെ തേർഡ് ലോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുമായിട്ട് സപ്പോർട്ടിങ് ഡീറ്റെയിൽസും ഡാറ്റാസും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് എന്താണ് വൈഡ് ആയിട്ട് പോകും. ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ദെൻ ടീച്ചർ സെന്റേർഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ പ്ലേ എ സെന്റർ റോൾ. ഓക്കെ, ഇവിടെ ഹിൽഡസ് ഗ്രാസ്റൂട്ട് റീജിയണൽ മോഡൽ ടീച്ചറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇൻ ഡെവലപ്പിംഗ് ദ കരിക്കുലം ബേസ്ഡ് ഓൺ ക്ലാസ് റൂം നീഡ്സ്. കാരണം ടീച്ചർക്കാണ് ക്ലാസ് റൂമിനെ തൊട്ടറിയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചറാണ് ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടത് കരിക്കുലം എങ്ങനെയൊക്കെ ഇവരെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഹിൽഡ ടാബാസ് ഗ്രാസ്റൂട്ട് റീജിയണൽ മോഡൽ ഈസ് പ്യൂർലി ടീച്ചർ സെന്റേർഡ് ഡെവലപ്മെന്റ്. അതിന്റെ ഒരു 7 സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഡയഗ്നോസിസ് ഓഫ് നീഡ്സ്, ടീച്ചർ ആദ്യം മനസ്സിലാക്കണം കുട്ടികളുടെ നീഡ്സ്, അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, എന്നിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആവും. അതായത് ഒരു പ്രത്യേക കോഴ്സ്, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഇസ് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. സെലക്ഷൻ ഓഫ് കോണ്ടന്റ്, അതിനനുസരിച്ചുള്ള കോണ്ടന്റ് ഉണ്ടാക്കുക. ദെൻ ഓർഗനൈസേഷൻ, ആദ്യത്തെ ചാപ്റ്ററിൽ എന്ത് വരണം, ആദ്യത്തെ മൊഡ്യൂളിൽ എന്ത് വരണം, രണ്ടാമത്തെ മൊഡ്യൂളിൽ, ദാറ്റ് ഇസ് ഓർഗനൈസേഷൻ. ദെൻ സെലക്ഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ഈ കോണ്ടന്റ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കോണ്ടന്റ് ഈ ഗോളുമായിട്ട് ഒത്തുപോകാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെ, അതുപോലെ തന്നെ ആ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞില്ലേ, മൈക്രോ ടീച്ചിങ് കഴിഞ്ഞിട്ട് വേണം ടീച്ചിങ് ഡെമോ ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്രിറ്റിസം ക്ലാസ്സുകളും, അതിലായിട്ട് ലാസ്റ്റ് വേണം ടീച്ചിങ് എക്സ്പീരിയൻസ്. അപ്പോഴാണ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സിന് പറ്റുള്ളൂ, ടീച്ചർ സ്റ്റുഡൻസ്. ദെൻ ഇവാലുവേഷൻ ആൻഡ് ടൂൾസ് അല്ലെ, പിന്നെ ആണ് ഇവാലുവേഷൻ, അതായത് എങ്ങനെയൊക്കെയാണ് ഇത് വിലയിരുത്തേണ്ടത്, മനസ്സിലാക്കേണ്ടത് അല്ലെ. കമ്മീഷന്റെ സമയത്ത് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും, ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ആ ഒരു ഗോൾ അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കിട്ടിയോ എന്നുള്ളത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അതിനുള്ള ടൂൾസ്. സോ ദീസ് ആർ ദ 7 സ്റ്റെപ്സ് ഓഫ് ഹിൽഡ ടാബാസ് ഗ്രാസ്റൂട്ട്സ് റീജിയണൽ മോഡൽ. ഇനി ഇത് ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണ്. 7 സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് മറ്റേത് വെറും 3-4 സ്റ്റെപ്പേ ഉണ്ടായിരുന്നുള്ളൂ, 4 അല്ലെ. 7 സ്റ്റെപ്സ് ഉണ്ട്. ഇറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു അഡ്ജസ്റ്റ് ദ കരിക്കുലം ടു സ്യൂട്ട് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ശരിക്കും കരിക്കുലം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് കുട്ടികളുടെ നീഡ് അനുസരിച്ച് പഠിപ്പിക്കുക. സോ ടീച്ചർ ഈസ് വെരി പവർഫുൾ ടു ആൾട്ടർ ദ കരിക്കുലം. കോണ്ടന്റ് പഠിപ്പിക്കണം, പക്ഷെ കരിക്കുലം മാറ്റാം. ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ പറയുന്നതല്ലാത്ത രീതിയിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഫോക്കസ് ഓൺ റിയൽ ക്ലാസ് റൂംസ്, ഇവിടെ ക്ലാസ് റൂമിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം കുട്ടികൾ ഉള്ളത് ക്ലാസ് റൂമിലാണ്, അതായത് ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെ, അതായത് താഴെക്കടയിൽ നിന്നാണ് ഇവിടെ എന്താ പറയുക ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത് താഴെക്കടയിലുള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റാർട്ടിങ് ഡയറക്ട്ലി ഫ്രം ക്ലാസ് റൂം റിയാലിറ്റീസ് റാദർ ദാൻ ടോപ്പ് ഡൗൺ പോളിസീസ്. കുറെ പോളിസി മേക്കേഴ്സ് ഉണ്ട്, അവർക്ക് ചിലപ്പോൾ സ്റ്റുഡൻസുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അവർക്ക് ദേ ഡു നോട്ട് നോ ദ പൾസ് ഓഫ് ദ സ്റ്റുഡൻസ്, ബട്ട് ടീച്ചേഴ്സ് നോ ദ പൾസ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പൊ ടീച്ചേഴ്സിനാണ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ ഹിൽഡാസ് മോഡലിൽ പറയുന്നത്. ദെൻ ടാബ മോഡൽ, മെറിറ്റ്സ് ആൻഡ് ക്രിറ്റിസിസം. അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. മെറിറ്റ്സ് എന്താണ്, പ്രാക്ടിക്കൽ ആണ്, ഫോക്കസസ് ഓൺ സ്റ്റുഡൻസ്. ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ടാബ മോഡൽ. അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യം പറയും. ടൈം കൺസ്യൂമിങ്, ഈ 7 സ്റ്റെപ്സ് ഇത്രയും കുറെ കുട്ടികളെ മനസ്സിലാക്കി പഠിച്ച് ടീച്ചർ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. നീഡ് ആക്റ്റീവ് ടീച്ചർ എഫേർട്ട്. പിന്നെ അതുപോലെ ടീച്ചേഴ്സിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ടീച്ചേഴ്സ് ഷുഡ് ഹാവ് ടു ബി ആക്റ്റീവ് അല്ലെ, ആക്റ്റീവ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, എന്നാലാണ് നല്ലൊരു കരിക്കുലം ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നിങ്ങൾക്ക് ഈ മോഡൽസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ, അതായത് കുറച്ചും കൂടെ മോഡൽസിനെ മോഡൽസ് ഓൺ കരിക്കുലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങള്
ഈ ക്ലാസ്സുകൾ മുമ്പത്തെ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. കാരണം ഇതും ഇതുപോലെ തന്നെ ഒരു സീക്വൻസ് ആണ് അല്ലെ. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഒരു സീക്വൻസിങ് കണ്ടിന്യൂറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലിസൺ ടു ദി അതർ വീഡിയോസ് ഓർ ദി ഫോർമർ വീഡിയോസ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് നിങ്ങള് മുമ്പത്തെ വീഡിയോകൾ കാണാം. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ പ്ലീസ് ഇൻഫോം മീ. Okay, thank you.